ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നാം ഓരോരുത്തരും വേറെ വേറെ വ്യക്തികളായിട്ടാണ് ഇന്ന് നാം അറിയപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ ഇഷ്ടാനിഷ്ടങ്ങളും ശത്രുമിത്രങ്ങളും വേണ്ടതും വേണ്ടാത്തതും നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടായത്. എന്നാൽ ഈ നല്ലതിനെയും ചീത്തയെയും വേണ്ടതിനെയും വേണ്ടാത്തതിനെയും എല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത്, അതിനെ ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരേ ചൈതന്യമുണ്ട്. അതാണ് നമ്മളിൽ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നത്. അതിനെ ബോധിച്ചു കഴിയുമ്പോൾ അതേകമാണെന്നും ബാക്കി എല്ലാം അനേകമാണ് എന്നും നമുക്ക് തോന്നും. ഈ തോന്നലിനെയാണ് നാം ഇല്ലാതെയാക്കേണ്ടത്. അതിനാൽ ഒരു കവി നമുക്ക് പറഞ്ഞു തരുന്നു: ഞാനെന്നും നീയെന്നും നമ്മൾ നമ്മെ വേർതിരിച്ചിടുന്നു, പക്ഷേ ദേഹത്തിനല്ലാതെ ചേതനയ്ക്കാരിലും വേർതിരിവില്ലെന്നറിയൂ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പരമസത്യമാണ് ഈ 4 വരികളിൽ കൂടി വ്യക്തമാക്കി തരുന്നത്. ഞാനെന്നും നീയെന്നും, ഞാൻ വേറെ നീ വേറെ, നമ്മൾ നമ്മെ തന്നെ ഞാനെന്നും നീയെന്നും എന്ന് 2ആയി തിരിച്ചിരിക്കുന്നു. ഞാനെന്നും നീയെന്നും നമ്മൾ നമ്മെ വേർതിരിച്ചിടുന്നു, പക്ഷേ നമ്മളിവിടെ 2ആയി, ഞാനെന്നും നീയെന്നും, ഞാൻ വേറെ നീ വേറെ ഇത്യാദി ധാരണകളെ കൊണ്ട് നമ്മെ എല്ലാവരെയും നാം തന്നെയാണ് വേർതിരിച്ചിരിക്കുന്നത്. എന്നാൽ ദേഹത്തിനല്ലാതെ ചേതനയ്ക്കാരിലും വേർതിരിവില്ലെന്നറിയൂ. ദേഹത്തിന് മാത്രമേ ഈ വേർതിരിവുള്ളൂ. അത് പുരുഷനാകാം, സ്ത്രീയാകാം, കുട്ടിയാകാം, യൗവനയുക്തരാകാം, വൃദ്ധരാകാം. എന്ത് തന്നെയായാലും ദേഹത്തിന് മാത്രമേ ഈ വേർതിരിവുള്ളൂ. ദേഹിക്കതില്ല. ഇതിനകത്തിരിക്കുന്ന ആ ചേതനയ്ക്ക് ആ വേർതിരിവില്ല. ഏതുപോലെ എന്നാൽ അനേക മണികൾ കോർത്ത ഒരു മാല പോലെയാണ്. അനേക മണികൾ ഒരേ ചരടിലാണ് കോർക്കുന്നത്. ചരടൊന്നും മണികൾ വേറെയുമാണ്. വ്യത്യസ്തമായ മണികളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത് ആ ഒരു നൂലാണ്. ആ യോജിപ്പിക്കുന്ന നൂല് പോലെയാണ് ചേതനയായിരിക്കുന്ന ഈശ്വരൻ. ആ ഈശ്വരനെ നാം അറിഞ്ഞു കഴിയുമ്പോൾ, പക്ഷെ അതിനെ നാം അറിയുന്നില്ല. അതിനെ അറിയാൻ തടസ്സം ഈ ഞാനെന്നും നീയെന്നുമുള്ള ഈ വ്യത്യസ്ത ഭാവങ്ങളാണ്. ഇത് ദേഹതലത്തിലുള്ളതാണ്. ആ ദേഹം തന്നെ ഞാനാണെന്ന് ധരിക്കുമ്പോൾ പിന്നെ ദേഹതലത്തിലുള്ള അറിവ് മാത്രമല്ലേ നമുക്കുള്ളൂ. ഈ അറിവിൽ നിന്നും വ്യത്യസ്തമായി നാം ആ പരമസത്തയാണ് എന്ന് ബോധിക്കുമ്പോൾ ദേഹത്തിന് മാത്രമേ ഈ വേർതിരിവുള്ളൂ. യഥാർത്ഥത്തിലുള്ള എനിക്ക് ഇത് ബാധകമല്ല എന്ന് നാം ബോധിക്കണം. ഇതാണ് ഞാനെന്നും നീയെന്നും നമ്മൾ നമ്മെ വേർതിരിച്ചിടുന്നു, പക്ഷേ ദേഹത്തിനല്ലാതെ ചേതനയ്ക്കാരിലും വേർതിരിവില്ലെന്നറിയൂ. എത്ര വലിയൊരു സത്യമാണിത്. ഇത് നാം നിരന്തരം മനനം ചെയ്യണം, ചിന്തിക്കണം. മറ്റൊരാളെ കാണുമ്പോൾ അവർ വേണ്ടവരാണ്, വേണ്ടാത്തവരാണ്, ശത്രുവാണ്, ഇത്തരം മനോഭാവങ്ങൾ തുടങ്ങുമ്പോൾ അപ്പോൾ നാം ഈ 4 വരി ഓർമ്മിക്കണം. ദേഹത്തിന് മാത്രമേ ഈ വ്യത്യാസമുള്ളൂ. അതിനകത്തിരിക്കുന്ന അന്തസ്സത്ത എന്നിലുള്ളത് എന്താണോ അത് തന്നെയാണ് അവരിലും എന്ന പരമസത്യം നാം എപ്പോഴും ഓർത്തിരിക്കണം. അതൊരിക്കലും നാം മറക്കാൻ പാടുള്ളതല്ല. ഞാനെന്നും നീയെന്നും നമ്മൾ നമ്മെ വേർതിരിച്ചിടുന്നു, പക്ഷേ ദേഹത്തിനല്ലാതെ ചേതനയ്ക്കാരിലും വേർതിരിവില്ലെന്നറിയൂ.